വെളിപാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവന്റെ ദൂതന്മാരും. ഓർമ്മിക്കുക, സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. എന്തിനായിരുന്നു മിഖായേലും ദൂതന്മാരും നയിച്ച ഈ യുദ്ധമെന്നും എങ്ങനെയായിരുന്നു അവർ പോരാടിയതെന്നും ധന്യയായ മരിയ അഗ്രേഡയ്ക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി. മനുഷ്യാവതാരം ചെയ്യുന്ന ദൈവപുത്രന്റെ അമ്മയാകുവാൻ അനാദിയിലെ നിശ്ചയിക്കപ്പെട്ടിരുന്ന മറിയം മാലാഖമാരുടെ രാജ്ഞിയായിരിക്കുമെന്ന ദൈവത്തിന്റെ പ്രഖ്യാപനമാണ് ലൂസിഫറിനെയും കൂട്ടരെയും കലാപകാരികളാക്കിയത്. മറിയത്തെ മാലാഖമാരുടെ രാജ്ഞിയാക്കിയ ദൈവം നീതിമാനല്ല എന്ന് ലൂസിഫർ പറഞ്ഞു. അങ്ങനെയാണ് സ്വർഗത്തിൽ കലാപമുണ്ടാകുന്നത്. ദൈവത്തിന്റെ അനുവാദത്തോടെയാണ് മിഖായേൽ യുദ്ധം ചെയ്തത്. ദൈവമഹത്വത്തിനായുള്ള തീക്ഷ്ണതയാൽ എരിയുന്ന മിഖായേൽ ദൈവശക്തിയുടെയും സ്വന്തം വിനയത്തിന്റെയും ആയുധം ധരിച്ച് സർപ്പത്തിന്റെ ധാഷ്ട്യം നിറഞ്ഞ അഹങ്കാരത്തെ നേരിട്ടു. മിഖായേലും ദൂതന്മാരും ദൈവസ്തുതികളുടെ ആയുധങ്ങൾ ഉപയോഗിച്ചപ്പോൾ ലൂസിഫറും കൂട്ടരും ദൈവദൂഷണങ്ങളാണ് ആയുധങ്ങളാക്കിയത്. അവൻ ഇങ്ങനെ അലറി വിളിച്ചു: ദൈവം അനീതി കാണിക്കുന്നു. മനുഷ്യപ്രകൃതിയെ മാലാഖമാരുടെ പ്രകൃതിയുടെ മുകളിലാക്കുന്നത് അനീതിയാണ്. ഏറ്റവും ഉയർത്തപ്പെട്ടവനും സുന്ദരനുമായ മാലാഖയാണ് ഞാനാണ് ജേതാവാകേണ്ടവൻ. ഞാനാണ് അത്യുന്നതനെ പോലെ നക്ഷത്രങ്ങൾക്കിടയിൽ സിംഹാസനം സ്ഥാപിക്കേണ്ടവൻ. താഴ്ന്ന പ്രകൃതിയുള്ള ആർക്കും ഞാൻ വിധേയനാവില്ല. ആരും എന്നേക്കാൾ വലുതാകുവാൻ ഞാൻ സമ്മതിക്കില്ല. ലൂസിഫറിനൊപ്പം വിശ്വാസം ത്യജിച്ച മാലാഖമാരും അങ്ങനെ പറഞ്ഞു. മിഖായേൽ മാലാഖ പറഞ്ഞു: നിന്റെ ദൈവദൂഷണങ്ങൾ അവസാനിപ്പിക്കുക. അനീതി വളർത്തിക്കൊണ്ടിരിക്കുന്ന നീ ഞങ്ങളുടെ ഇടയിൽ നിന്നും പോവുക. നാരകീയ വേദനകളുടെ ഇരുട്ടിലേക്കും അലങ്കോലത്തിലേക്കും പതിക്കുക. കർത്താവിന്റെ നല്ല മാലാഖമാരെ, നമുക്ക് നിത്യവചനമാകേണ്ട ഈശോ മാംസം ധരിക്കുവാനിരിക്കുന്ന ഈ അനുഗ്രഹീത സ്ത്രീയെ വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യാം. അവളെ നമ്മുടെ രാജ്ഞിയും നാഥയുമായി സ്വീകരിക്കാം. യുദ്ധത്തിൽ അവൾ പരിചയും ആയുധവുമായി സഹായിച്ചു. അവളെ കണ്ട മാത്രയിൽ അവരുടെ ശക്തി മുഴുവൻ ഇല്ലാതായി. അവരിൽ ആശയക്കുഴപ്പവും നിശബ്ദതയുമായി. കൂദാശകളും രഹസ്യങ്ങളും സഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നല്ല മാലാഖമാരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ നിന്നും വലിച്ചെറിയപ്പെട്ടു. നമുക്കും മുഖ്യദൂതന്മാരോടുകൂടി സാത്താനെതിരെ പോരാടുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കുവാനും മാലാഖമാരുടെ സംരക്ഷണം സദാ നമുക്ക് ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് മുൻ
ബന്ധിച്ച് സാറായെ രക്ഷിക്കാൻ മനസ്സായ ദൈവമേ, ഫറവോയിൽ നിന്നും ഇസ്രായേലിനെ വിടുവിച്ച ദൈവമേ, ദുഷ്ടനെ ബന്ധിച്ച് സാറായെ രക്ഷിക്കാൻ മനസ്സായ ദൈവമേ, വചനമയച്ചിടണമേ, മക്കളെ വിടുവിക്കണമേ, വചനമയച്ചിടണമേ, മക്കളെ വിടുവിക്കണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. തിരുവചനത്താൽ ദുഷ്ടാരു